യുദ്ധം തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാണ് ഇറാന്റെ പ്രഖ്യാപനം. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ ഈ വിവരവുമായിട്ട് ബന്ധപ്പെട്ട് ഔദ്യോഗികമായി രംഗത്ത് വന്നുകൊണ്ട് പറയുകയും ചെയ്തു. തങ്ങൾ യുദ്ധത്തിൻ്റെ ആരംഭമാണ് കുറിക്കപ്പെട്ടത്, യുദ്ധം ആരംഭിച്ചിട്ടേ ഉള്ളൂ, തങ്ങളുടെ എല്ലാവിധ ആയുധങ്ങളും വളരെ സുരക്ഷിതമായ രീതിയിൽ തങ്ങളുടെ കൈവശത്തിൽ ഉറങ്ങുകയാണ്, ഞങ്ങളത് പുറത്തെടുക്കാൻ പോവുകയാണ്. അമേരിക്കക്കും ഇസ്രായേലിനും കനത്ത രീതിയിലുള്ള നാശങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ തങ്ങൾ അടങ്ങുകയുള്ളൂ എന്നൊരു വെല്ലുവിളി കൂടി നടത്തിയിരിക്കുന്നു. ഇപ്പോഴത്തെ അമേരിക്കയുടെ വിഷയം എന്ന് പറഞ്ഞാൽ അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഇറാനെ ആക്രമിക്കാൻ വേണ്ടി അവർക്ക് സാധിക്കുന്നില്ല. അത് പ്രത്യേകമായ രീതിയിൽ അറേബ്യൻ രാജ്യങ്ങൾ അത് പറയുകയും ചെയ്തിട്ടുണ്ട്, തങ്ങളുടെ ഭൂപ്രദേശത്തിൽ നിന്ന് ഒരിക്കൽ പോലും ഇറാൻ ആക്രമിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവരുത് എന്നുള്ളത്. എന്നാൽ നിരന്തരം ഈ അറേബ്യൻ രാജ്യങ്ങൾ ആക്രമിക്കുന്നതോടനുബന്ധിച്ച് അതിന് തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട് അതിന് അറേബ്യൻ രാജ്യങ്ങൾ സംയുക്തമായ രീതിയിൽ അവർക്കൊണ്ട് സാധിക്കുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ആക്രമണത്തിൻ്റെ 10 മടങ്ങ് ശക്തിയോടുകൂടിയായിരിക്കും ഇറാൻ്റെ ഭാഗത്ത് നിന്ന് തിരിച്ചടികൾ ഉണ്ടാവുക. അത് താങ്ങാൻ വേണ്ടി സാധിക്കാത്ത വിധം പ്രയാസപ്പെടും എന്നുള്ളിടത്ത് അവരും എത്തിയിരിക്കുന്നു. ഇങ്ങനത്തെ ഒരു വല്ലാത്ത സാഹചര്യങ്ങളിലും അവസ്ഥയിലുമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അറേബ്യൻ രാജ്യങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ജെറുസലേം കേന്ദ്രീകരിച്ചുകൊണ്ട് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് നടത്തിയിരിക്കുന്ന ആക്രമണത്തിൽ വൻ തീപിടുത്തങ്ങളും വൻ നാശനഷ്ടങ്ങളും വലിയ രീതിയിലുള്ള മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഒരു സ്ത്രീയുടെ മരണം ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്, 1-ലധികം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യത്തെക്കുറിച്ചുള്ള യാതൊരു വിവരങ്ങളും അവരുടെ ഭാഗത്തുനിന്ന് യഥാർത്ഥത്തിൽ പുറത്തു വന്നിട്ടില്ല. അപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു 25-30 അത്രയും ആളുകൾ മരണപ്പെടുന്ന സമയത്ത് മാത്രമാണ് ഒരു വ്യക്തി മരണപ്പെടുക എന്നുള്ള റിപ്പോർട്ട് തന്നെ പുറത്തുവിടും. അങ്ങനെ നോക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള മരണം ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. സർവ്വ മേഖലയിലും തീ കെടുത്താനുള്ള ശ്രമം തങ്ങളുടെ സൈനികർ ആരംഭിച്ചിട്ടുണ്ട് എന്ന് ഇസ്രായേൽ പറയുമ്പോൾ അവിടെ വലിയ രീതിയിൽ തീപിടുത്തമുണ്ട് എന്ന് തീർച്ചയായിട്ടും നമുക്ക് അനുമാനിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ലക്ഷ്യം കാണാത്ത രീതിയിൽ, അതായത് ഇസ്രായേൽ എന്ന് പറയുന്ന പ്രദേശമാണോ അങ്ങോട്ട് മിസൈൽ ഇടുന്ന ഒരു രീതിയാണ്. സാധാരണഗതിയിൽ കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടിയും ആ മേഖല മാത്രം തകർക്കണം എന്ന ഉദ്ദേശത്തിലുമാണ് ഇറാൻ ആക്രമണം നടത്താറുള്ളത്. കഴിഞ്ഞ വർഷത്തെ 2025 ജൂലൈ മാസത്തിൽ ആരംഭിച്ച 12 ദിവസത്തെ യുദ്ധത്തിൽ വളരെ കൃത്യതയോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയ കാര്യം അതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും ഈ മിസൈൽ ആക്രമിക്കുന്നതിന് പകരമായി കൃത്യതയോട് കൂടിയിട്ട് ആക്രമിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. എന്നാൽ ഇപ്പോൾ അവർക്ക് ലക്ഷ്യങ്ങളേ ഇല്ല. അവർ ഇസ്രായേൽ എന്ന് പറയുന്ന ഭൂപ്രദേശമാണെങ്കിൽ ആ രാജ്യത്തെ എത്തണം എന്നുള്ളത് മാത്രമാണ് അവരിപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഈ രീതിയിലേക്ക് യഥാർത്ഥത്തിൽ ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനി മുന്നോട്ടോ പുറകോട്ടോ മറ്റൊരു കാര്യവും ആലോചിക്കാനില്ല എന്നുള്ളിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അതിനോടനുബന്ധിച്ച് വലിയ നാശങ്ങളും വലിയ നഷ്ടങ്ങളും ഇസ്രായേലും സംഭവിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ തുർക്കി ഇതിനിടയിൽ മധ്യസ്ഥ ശ്രമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ആലോചിക്കുന്നു എന്നുള്ള കാര്യം പുറത്തു വരുന്നു. പല രാജ്യങ്ങളും, അതായത് അറേബ്യൻ രാജ്യങ്ങളിൽപ്പെട്ട പല രാജ്യങ്ങളും ഈ വിഷയത്തിലൊന്നും ഇടപെടാത്ത, ഈ വിഷയത്തിലൊന്നും കക്ഷിയല്ലാത്ത ഒരു രാജ്യമാണ് നിലവിൽ തുർക്കി. അറേബ്യൻ രാജ്യങ്ങളിൽ പെടുന്നില്ല, ജോർദാനിലോ ഇറാഖിലോ പെടുന്നില്ല. അങ്ങനത്തെ ഒരു രാജ്യം നിലവിലിപ്പോൾ തുർക്കിയാണുള്ളത്. അതുകൊണ്ട് ഒരു മധ്യസ്ഥ ശ്രമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ശ്രമിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം അറേബ്യൻ രാജ്യങ്ങളിൽപ്പെട്ടവർ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതും അത് ശ്രമിക്കാം എന്നുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ഇറാനിലെ ആരോടാണ് സംസാരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു കൃത്യമായിരിക്കുന്ന ഒരു നേതൃത്വ സ്ഥിതി അല്ല അവിടെ ഉള്ളത്. അവർ യുദ്ധത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുകയും ആ കാര്യത്തിൽ മാത്രം പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അതിൽ നമ്മൾക്ക് മനസ്സിലാക്കാനുള്ള പ്രത്യേകമായിരിക്കുന്ന ഒരു പാഠം എന്ന് പറയുന്നത് ഈ ആദ്യഘട്ടത്തിൽ, അതായത് ഇപ്പോഴത്തെ ഒമാനിൽ നടത്തിയ അറബ് ഉച്ചകോടി എന്ന് പറഞ്ഞാൽ ഈ എല്ലാ രാജ്യങ്ങളും സംയുക്തമായ രീതിയിൽ ഈ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ കൃത്യമായിരിക്കുന്ന ഒരു നിലപാടുകളൊക്കെ വേണം എന്ന് പറയപ്പെട്ടിരുന്നു. അതിനുശേഷമാണ് യഥാർത്ഥത്തിൽ അവിടെ അമേരിക്കയുടെയും ഒമാൻ്റെയും സമാധാന ചർച്ച നടക്കുന്നത്. ഈ സമാധാന ചർച്ചയിൽ ഏറെക്കുറെ ആദ്യഘട്ടത്തിൽ ചില പൂർത്തീകരണ കാര്യങ്ങളൊക്കെ ഉണ്ടായി. പിന്നീട് രണ്ടാം ഘട്ട ചർച്ച നടന്നതോടനുബന്ധിച്ചാണ് ഇതൊരു ഏകോപനത്തിലെത്തില്ല എന്ന് ഏറെക്കുറെ ബോധ്യമാകുന്ന തരത്തിലുള്ള നിലപാട് വന്നു. അതിന് പ്രത്യേകമായിരിക്കുന്ന കാരണം പറയുന്നത് അമേരിക്ക ചില നിർദ്ദേശങ്ങൾ ഇസ്രായേലിന് വേണ്ടി മുന്നോട്ട് വെച്ചു.
ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിൻ്റെ ആരംഭഘട്ടത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിലൊന്ന് നമ്മൾ സംസാരിക്കുന്നത് ആണവായുധ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ്. മറ്റൊരു വിഷയത്തെക്കുറിച്ച് നമുക്ക് സംസാരമോ ചർച്ചയോ ഇല്ല. അതിലൂന്നിരിക്കുന്ന ചർച്ച മാത്രമേ പറ്റൂ എന്നുള്ള കാര്യം ആദ്യം തന്നെ പറഞ്ഞതാണ്. എന്നാൽ ചർച്ച ആരംഭിച്ചതോടുകൂടി അവരുടെ ബാലിസ്റ്റിക് മിസൈലിൻ്റെ നിയന്ത്രണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു. അത് നമ്മുടെ ചർച്ചയിൽ പെടാത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇറാൻ ഏറെക്കുറെ ആ ചർച്ച ബഹിഷ്കരിക്കുന്ന ഘട്ടം എത്തിയ സമയത്താണ് ആണവായുധത്തിലേക്ക് മാത്രം ഒതുങ്ങുന്ന തരത്തിലേക്ക് പിന്നീട് ഈ ചർച്ചാ കാര്യങ്ങൾ എത്തിയത്. അത് ഏറെക്കുറെ ഒരു സാധ്യതയിലേക്ക് എത്തുകയും തിങ്കളാഴ്ച എന്ന് പറയുന്ന സമയത്ത് നാളെ അത് വിയന്നയിൽ വെച്ച് അടുത്ത ഘട്ടം ചർച്ച നടത്തിക്കൊണ്ട് ഏകദേശം ഒരു രൂപത്തിലെത്താൻ വേണ്ടി തീരുമാനിച്ചതിൻ്റെ 2 ദിവസം മുമ്പ്, അതായത് ഇന്നലെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തുന്നത്. ഇത് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെയാണ്. കരാർ വ്യവസ്ഥകളൊക്കെ ഉണ്ടാക്കി അത് തൊട്ടടുത്ത ദിവസം ഒമാനിൽ വെച്ചിട്ട് അവസാന വട്ട 6ാം ഘട്ട ചർച്ച നടത്താൻ വേണ്ടി തീരുമാനിച്ചതിൻ്റെ 2 ദിവസം മുമ്പ് ഇതിന് സമാനമായ രീതിയിൽ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചു. ഇത് സർവ്വസാധാരണയായിട്ട് അവർ ചെയ്തു വരുന്ന ഒരു പ്രവൃത്തിയാണ് കരാർ വ്യവസ്ഥ ലംഘിക്കുക, ചതി നടത്തുക എന്നുള്ളത്. അതിൻ്റെ തുടർച്ചയായ രീതിയിലാണ് ഈ പ്രവൃത്തികൾ ചെയ്തത് എന്ന് ചുരുക്കം. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ ഇസ്രായേലിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് എല്ലാ തരത്തിലുള്ള മിസൈൽ സംവിധാന സാമഗ്രികളും ഇറാൻ തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് മാത്രമല്ല 2 തരത്തിലേക്ക് അതിനെ മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. അഥവാ ഈ ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി പ്രത്യേകമായിരിക്കുന്ന ഒരു വിങ്ങിനെ തന്നെ ഇറാൻ ഏർപ്പാടാക്കിയിരിക്കുന്നു. അപ്പോൾ എല്ലാത്തിനും പ്രത്യേകം സെക്ഷനാക്കി മാറ്റിയിരിക്കുന്നു. അറേബ്യൻ രാജ്യങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമിക്കുന്ന വിങ് ഒരിക്കലും ഇസ്രായേലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമിക്കില്ല. ഈ 2 വിഭാഗവും ആയിരിക്കില്ല മറ്റ് വിഷയങ്ങളിൽ ഇടപെടുന്നത്. അങ്ങനെ അതായത് രാജ്യത്തിൻ്റെ അകത്തേക്ക് സൈനികപരമായിരിക്കുന്ന ഇടപെടലുകൾ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് തലസ്ഥാന നഗരമോ കേന്ദ്രീകരിച്ചുള്ള ആക്രമണമോ മറ്റോ ഉണ്ടാകുന്ന സമയത്ത് അതിനെ നിയന്ത്രിക്കാനും അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ചെയ്യാനും മറ്റൊരു വിങ്ങാണ്. അങ്ങനെ 3-4 തരത്തിൽ വിഭജിച്ചു കൊണ്ടുള്ള ഒരു യുദ്ധമാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ 12 ദിവസം നീണ്ടു നിന്ന യുദ്ധത്തിൽ ഇറാൻ പഠിച്ച കാര്യം, ഒരു ഏകോപനത്തോടു കൂടി ഒരേ സംവിധാനത്തിൽ എല്ലാ ആയുധങ്ങളും ശേഖരിച്ചു കൊണ്ടുള്ള ഒരു യുദ്ധം എന്ന് പറയുന്നത് ഒരിക്കലും വിജയിക്കാനോ ലക്ഷ്യം കാണാനോ സാധിക്കാത്തതാണ്. അതിന് പകരമായിട്ട് എന്ത് ചെയ്യാം? വ്യത്യസ്ത മേഖലകളിലേക്ക് വ്യത്യസ്ത ആളുകളുടെ കൈവശത്തിലേക്ക് വ്യത്യസ്തമായിരിക്കുന്ന ആയുധങ്ങൾ കൈമാറും. അങ്ങനെ ആ സമയത്ത് ഇതിനൊരു ക്രോഡീകരണം ഉണ്ടാകും എന്ന് യഥാർത്ഥത്തിൽ ഇറാൻ മനസ്സിലാക്കിയ അടിസ്ഥാനത്തിലാണ് ഈ യുദ്ധത്തിന് വലിയ സംവിധാനങ്ങളും വലിയ സെറ്റപ്പും ഇറാൻ ചെയ്തത്. അതിൻ്റെ പ്രതിഫലനവും അതിൻ്റെ ഗുണവും യഥാർത്ഥത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അറിയുന്നുണ്ട് എന്നുള്ളതും കൂടി ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യമായിട്ട് നിലനിൽക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ സർക്കാർ ഭരണ സംവിധാനം അട്ടിമറിയാനുള്ള ഒരു സാഹചര്യങ്ങളും നിലവിലില്ല എന്ന് മാത്രമല്ല, അങ്ങനത്തെ പ്രവർത്തനങ്ങൾ അമേരിക്ക നടത്തുന്നു എന്നതിനാൽ അതിശക്തമായിരിക്കുന്ന തിരിച്ചടി എല്ലാവിധ ആയുധവും ശക്തിയും ഉപയോഗിച്ച് ചെയ്യുക എന്നുള്ളതാണ് ഇറാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. ഇറാഖിനെ പോലെ അത്ര എളുപ്പത്തിൽ ആക്രമിക്കാനോ അല്ല കീഴ്പ്പെടുത്താനോ സാധിക്കുന്ന രീതിയിലുള്ള സംവിധാനമല്ല ഇറാൻ്റെ കൈവശത്തിലുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 7 ലക്ഷത്തോളം സൈനികർ തന്നെയുണ്ട്. ഈ 7 ലക്ഷത്തോളം സൈനികരിൽ 3 ലക്ഷം സ്ഥിരമായിട്ടുള്ളവരും 3 ലക്ഷം റിസർവ് സൈനികരുമാണ്. 1 ലക്ഷം പേഴ്സണൽ ട്രൂപ്പാണ്. ഈ ട്രൂപ്പ് ആരാണ്, ഏതാണ്, എവിടെയാണ് എന്നതിനെക്കുറിച്ച് ആർക്കും ഒരു വിവരമില്ല. അങ്ങനെ ഒരു വിഭാഗമുണ്ട് എന്ന് മാത്രം. അപ്പോൾ അവരാണ് പല ഘട്ടങ്ങളിലും ഇറാൻ്റെ ഗവൺമെൻറ്റിനെ സഹായിക്കാൻ, ഇറാൻ വിരുദ്ധമായിരിക്കുന്ന കലാപങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് അവരെ രഹസ്യമായ രീതിയിൽ നിർദ്ദേശം നൽകിയിട്ട് ഇവരെ സഹായിക്കുന്നത് ഈ വിഭാഗമാണ്. ആ വിഭാഗമാണ് യുദ്ധവുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് വലിയ ഗുണങ്ങൾ രാജ്യത്തിലെ സർക്കാരിന് ഉണ്ടായിക്കൊടുക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രക്ഷോഭം അടിച്ചമർത്തുന്നതിൽ ഈ വിങ് വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഇപ്പോൾ ഈ യുദ്ധം, ഇപ്പോഴത്തെ ഈ ആക്രമണത്തിന് ശേഷം, അതായത് ആയത്തുള്ള അലി ഖംനായി വധിക്കപ്പെട്ടതിന് ശേഷം തന്നെ ഡസൻ കണക്കിന് മൊസാദ് വിഭാഗത്തെ ഇറാനിൽ വെച്ച് പിടികൂടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഔദ്യോഗികമായ രീതിയിലൊരു പ്രഖ്യാപനം ഇറാൻ നടത്തിയിട്ടില്ല എന്നല്ലാതെ വലിയ തരത്തിൽ, അതായത് കാര്യം എന്ന് പറയുന്നത് ഖംനായി കൃത്യമായ രീതിയിൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഉണ്ട് എന്നുള്ള വിവരം ചോർന്നു പോയിരിക്കുന്നു. ആ ചോർന്നു പോയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശക്തമായിരിക്കുന്ന ആക്രമണം നടത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ കൊട്ടാരവും തൊട്ടടുത്തുള്ള ബിൽഡിംഗ് വരെ തകർത്തത്. ആ തകർത്തതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളെല്ലാം ഇപ്പോൾ ഇസ്രായേൽ പുറത്തുവിട്ടു. അത് തങ്ങളാണ് ചെയ്തത് എന്ന് സ്ഥിരപ്പെടുത്തുന്ന ഒരു പ്രവൃത്തിയാണ് എന്ന് ചുരുക്കം.
അപ്പോൾ അത് ചെയ്യാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം എന്ന് പറഞ്ഞാൽ നേതൃത്വ നിരയെ ഇല്ലാതാക്കുന്ന സമയത്ത് തങ്ങൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം, അതായത് ഗ്രേറ്റർ ഇസ്രായേൽ സൃഷ്ടിക്കുക എന്നുള്ളതാണ്, അവിടേക്ക് എത്തിക്കാൻ സാധിക്കും എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഈ പ്രവൃത്തി ചെയ്തത് എന്നുള്ളതാണ്. എന്നാൽ വരാൻ പോകുന്ന ദിനങ്ങളിൽ എത്രത്തോളം ഭവിഷ്യത്തുണ്ടാക്കുന്ന പ്രവൃത്തിയാണ് ഇവർ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ മനസ്സിലാക്കാൻ സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.